ഉമർ മൗലവിക്ക് തൗഹീദ് തിരിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് തൗഹീദിൽ അബദ്ധം സംഭവിച്ചിരിക്കുന്നു. പറയുന്നതാരാ? ഉമർ മൗലവിയെ പോലെ വിഷയം വിശദീകരിച്ച് പറയാൻ പറ്റുന്ന ഒരാളാണോ? കേരളത്തിൽ തൗഹീദിന്റെ ധർമ്മ പോരാളിയായി രംഗത്ത് വന്ന മനുഷ്യനാണോ? അല്ല. ചന്ദ്രികയിൽ എഴുതിക്കൊണ്ടിരുന്ന് പിന്നീട് വിചിന്തനത്തിലേക്ക് മാറിയ ഒരു മനുഷ്യനാണത് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ചിന്തിക്കണം എവിടെ എത്തിയ ആളുകളെന്നാണ്. എന്നാലും അരിയും തിന്ന് ആശാരിച്ചേം കടിച്ച് എന്നിട്ടും മുറുമുറുപ്പ് എന്ന് പറഞ്ഞ മാതിരി എന്നിട്ടും ദേഷ്യം നമ്മളോട്. ഇതൊക്കെ അപ്പുറത്തുനിന്ന് പറയുന്നു. ഉമർ മൗലവിക്ക് തെറ്റുപറ്റിയെന്ന് പറഞ്ഞു. പിശാച് മനുഷ്യന്റെ മനസ്സിലുള്ളത് അറിയുമെന്ന് പറഞ്ഞു. പ്രാർത്ഥന എല്ലാവരും കേൾക്കുമെന്ന് പറഞ്ഞു. അതൊന്നും ആർക്കും ചർച്ചയില്ല, അതൊന്നും ആരും മുണ്ടണില്ല. പിന്നെയോ ഉമർ മൗലവിക്കും തൗഹീദിൽ തെറ്റുപറ്റിയെന്ന് ഞാൻ തെളിയിക്കാമെന്നൊരു ജാഹിലായ എഴുത്തുകാരൻ പ്രഖ്യാപിക്കുകയാണ്. കേവലം ആലിമല്ലാത്ത, അറബി ഭാഷ വായിക്കാൻ അറിയാത്ത ഒരാള്, മലയാളം മാത്രം കൂട്ടിയെഴുതുന്ന ഒരാള്, അയാള് പ്രഖ്യാപിക്കുകയാണ് ഉമർ മൗലവിക്കും തൗഹീദിൽ തെറ്റുപറ്റിപ്പോയി. നഊദു ബില്ലാഹ്. ഏത് കാലത്താണ് മുസ്ലിമീങ്ങളെ നമ്മൾ ജീവിക്കുന്നത്? ഞാനിത് വെറുതെ പറയുന്നതല്ല, എന്റെ കയ്യിൽ തെളിവുണ്ട്. ആ മഹാരഥന്മാര് കാണിച്ചു തന്ന തൗഹീദിന് കുളം തോണ്ടുന്ന പ്രവർത്തനങ്ങളുമായി ആധുനിക കുട്ടികൾ കടന്നു വരികയാണ്. അവർ പറയുന്നു ഉമർ മൗലവിക്കും തൗഹീദിൽ തെറ്റുപറ്റിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ മുൻഗാമികളെയൊക്കെ പുറങ്കാല് കൊണ്ട് ചവിട്ടിത്തെറിപ്പിക്കുകയാണ് ആധുനിക മുജാഹിദുകൾ. റസൂലുള്ള പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ ആലോചിക്കണം. പിൻഗാമികൾ മുൻഗാമികളെ ചീത്ത വിളിക്കുന്ന ഒരു കാലഘട്ടം, അത് ഖിയാമത്തിന്റെ അടയാളമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, ആ മുൻഗാമികളെയൊക്കെ പുറങ്കാല് കൊണ്ട് ചവിട്ടിത്തെറിപ്പിക്കുകയാണ് ആധുനിക മുജാഹിദുകൾ. റസൂലുള്ള പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ ആലോചിക്കണം. പിൻഗാമികൾ മുൻഗാമികളെ ചീത്ത വിളിക്കുന്ന ഒരു കാലഘട്ടം, അത് ഖിയാമത്തിന്റെ അടയാളമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കഴിഞ്ഞുപോയ ചില ആളുകൾക്ക് തെറ്റുപറ്റിയെന്ന് പറയാൻ പറ്റുകയില്ലല്ലോ എന്ന ചോദ്യത്തിലേക്കുള്ള ചുവടുമാറ്റം അത് സമൂഹത്തെ നശിപ്പിച്ചു കളയാനുള്ളതായിരുന്നു എന്ന് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ മുൻഗാമികളെയൊക്കെ പുറങ്കാല് കൊണ്ട് ചവിട്ടിത്തെറിപ്പിക്കുകയാണ് ആധുനിക മുജാഹിദുകൾ. ഞാൻ പറയട്ടെ, ഏത് രാജ്യത്തായി നിൽക്കണമെന്നറിയോ? കേരളത്തിൽ. ആ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന സമസ്തക്കാർ, അവർ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, അവർ അങ്ങേയറ്റം വലിയ ആളായി കാണുന്ന ആളുകളെ വരെ പുറങ്കാല് കൊണ്ട് ചവിട്ടിത്തെറിപ്പിച്ചത് കാര്യം കണ്ടവരാ നമ്മൾ. പ്രിയപ്പെട്ടവരെ, ആ മുൻഗാമികളെയൊക്കെ പുറങ്കാല് കൊണ്ട് ചവിട്ടിത്തെറിപ്പിക്കുകയാണ് ആധുനിക മുജാഹിദുകൾ. കഴിഞ്ഞുപോയ ചില ആളുകൾക്ക് തെറ്റുപറ്റിയെന്ന് പറയാൻ പറ്റുകയില്ലല്ലോ എന്ന ചോദ്യത്തിലേക്കുള്ള ചുവടുമാറ്റം അത് സമൂഹത്തെ നശിപ്പിച്ചു കളയാനുള്ളതായിരുന്നു എന്ന് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു. തോന്നിപ്പോവുകയാണ് ഇവരൊക്കെ കാണുമ്പോ, ഇത് ഖിയാമത്ത് അയക്കണോ പഠിച്ചോനെ? തോന്നിപ്പോവുകയാണ് ഇവരൊക്കെ കാണുമ്പോ, ഇത് ഖിയാമത്ത് അയക്കണോ പഠിച്ചോനെ?